ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണൽ ആയിട്ട് റീഡിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്താൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. കോൾ ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് കോൾസ് റിസീവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മെസ്സേജ് ഇട്ടാൽ ഞാൻ ഡെഫിനറ്റ്ലി റെസ്പോണ്ട് ചെയ്യും. ഇമെയിലും നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവ് ആണ്. അവിടെയും എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ചെയ്യാം. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ എല്ലാം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിങ്സ് ഒക്കെ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഏരീസ് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് ഒക്ടോബർ മാസത്തിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ് നിങ്ങളുടെ എന്താണ് ഒക്ടോബർ മാസത്തിൻ്റെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. ആദ്യം നമ്മൾക്ക് ചില ഒറക്കിൾ മെസ്സേജസ് എടുത്ത് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഇവിടെ ഒക്ടോബറുടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ കാർഡ് ഡയമണ്ട്. യു വിൽ ബി റിസീവിങ് ഓർ ഗിവിങ് എ പ്രഷ്യസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. കൈറ്റ് വന്നിട്ടുണ്ട്, വെക്കേഷൻ. ഇവിടെ ഡോഗ് ബാർക്കിംഗ്, അഡ്വൈസ് ഫ്രം എ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഗിഫ്റ്റ് നിങ്ങൾ റിസീവ് ചെയ്യാൻ പോകുന്നുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങളായിരിക്കും ആർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവുക. വെക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഈ മാസം നിങ്ങൾ വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഫാമിലിയുടെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ. ആൻഡ് ഇവിടെ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് അഡ്വൈസ് വരാൻ പോകുന്നുണ്ട്. ഒരു ഫ്രണ്ട് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് അഡ്വൈസ് തരാൻ പോകുന്നുണ്ട്. അത് സൂക്ഷിച്ച് കേൾക്കുക. എന്നുവെച്ചാൽ അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ടാരോ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം, ഒക്ടോബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി 7 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ ചാരിയറ്റിൻ്റെ എനർജി കാണാണ്ട് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ വേൾഡ് ഉണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ചാലഞ്ച് പൊസിഷനിൽ ഈ മാസം 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ അഡ്വൈസ് ആയിട്ട് വരുന്നത് 8 ഓഫ് സോഡ്സ്. സർപ്രൈസ് ഫാക്ടറിൽ നിങ്ങൾക്ക് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ആൻഡ് ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ ഏരീസ് ഇവിടെ ഞാൻ കണ്ടത് 7 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് കുറച്ച് സൂക്ഷിക്കണ എനർജിയാണ്. എന്താ വെച്ചാൽ 7 ഓഫ് സോഡ്സ് ഒരു ഡിസെപ്ഷൻ്റെ എനർജിയാണ്, ചതിയുടെ എനർജിയാണ്. ആരോ നിങ്ങളെ ചീറ്റ് ചെയ്യണ എനർജി ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ തന്നെ എന്തോ ഒരു ഇഷ്യൂ കണ്ടിട്ട് അതിനെ ഇഗ്നോർ ചെയ്യണ എനർജിയാണ്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. ഫുൾ എനർജി ഒരു ഇമ്പൾസീവ് എനർജിയാണ്. പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഒരു ആക്ഷൻ എടുത്തിട്ട് അതിൻ്റെ എന്തോ ഒരു നെഗറ്റീവ് ഔട്ട്കം വരണ എനർജി ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യണതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പൾസീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സൂക്ഷിച്ചിട്ട് ആലോചിച്ചിട്ട് വേണം. എന്താ വെച്ചാൽ എന്തോ ഒരു സീക്രട്ട് പുറത്ത് വരാൻ പോകുന്നുണ്ട്. എന്തോ നിങ്ങൾ അറിയാത്ത ഒരു കാര്യം സഡൻലി നിങ്ങളെ ഒരു ഷോക്കായിട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് വേറെ ഒരു പേഴ്സണും ആവുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരോ ചതിക്കണ എനർജി, അതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് വരണത്. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു കാര്യം ഈ മാസം ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ട വെച്ചാൽ അത് നല്ല പോലെ ആലോചിച്ചിട്ട് വേറെ ആൾക്കാരുടെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, എന്നുവെച്ചാൽ മേ ബി അവർക്ക് ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ മേ ബി അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഡിസിഷൻ എടുക്കണ മുമ്പേ വേറെ ആൾക്കാരുടെ കൂടെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. ചാരിയറ്റ് എനർജിയാണ് നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത്. അപ്പോൾ ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്. ഇവിടെ ഞാൻ ട്രാവലിൻ്റെ എനർജി കുറേ കാണുന്നുണ്ട്. അതല്ലാണ്ട് സക്സസിൻ്റെ എനർജിയും ഉണ്ട്. എന്തോ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ
ഒരു ജോലിയിൽ വെച്ചൊരു ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടാവും, അതല്ല വെച്ചാൽ ഇതൊരു റിലേഷൻഷിപ്പിലൊരു പുതിയ തുടക്കമായിരിക്കാം. ഇതൊരു കുറേ സ്റ്റേബിൾ എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ. 10 of Cups. അപ്പോൾ ഇവിടെ ഞാനൊരു ഹാപ്പി റിലേഷൻഷിപ്പ് കൂടിയും കാണുന്നുണ്ട്. പക്ഷേ ഈ മാസം ഒക്ടോബർ മാസത്തിൽ എന്തോ എൻഡായിട്ടൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോണത്. അപ്പോൾ ഈ വേൾഡ് എന്താണ് ഇവിടെ? ഒരു കംപ്ലീഷൻ്റെ എനർജിയാണ് വേൾഡ്. 5 of Swords. അപ്പോൾ എന്തോ നെഗറ്റിവിറ്റിയുടെ എനർജി കാണാണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ചിലവർ നിങ്ങളുടെ സക്സസ്സിനെ സാബോട്ടാജ് ചെയ്യണ എനർജി കാണാണ്ട്, ചിലവർ നിങ്ങളുടെ സക്സസ് കണ്ടിട്ട് ജെലസ് ആവണ എനർജി ഇവിടെ ഉണ്ട്, ചില ആൾക്കാരുടെ കൂടെ നിങ്ങളുടെ വഴക്ക് കൂടാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ റിലേഷൻഷിപ്സിൽ ഒരു എൻഡ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്സ് ആവാം, അതല്ല വെച്ചാൽ വർക്ക് റിലേഷൻഷിപ്സ് ആവാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ആവാം. ഇവിടെ ഞാനൊരു സെപ്പറേഷനാണ് കാണുന്നത്. ഓക്കെ, അതല്ലാണ്ട് ഇത് നിങ്ങളെ മെൻ്റലി കുറേ എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കലി നിങ്ങൾക്ക് കുറച്ചൊരു സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ നെഗറ്റീവ് എനർജീസൊക്കെ നിങ്ങളെ ഹെൽത്ത് വൈസും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഒക്ടോബർ മാസത്തിൽ കുറേ സൂക്ഷിക്കാണ്ട്, ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ ഒരു റെവലേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കത് ഷോക്ക് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല ഇവരെയൊക്കെ നിങ്ങളുടെ അഗൻസ്റ്റായി പോവും എന്ന്, അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവില്ല. അത് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കൊരു ഷോക്കായി പോവും. അങ്ങനത്തെ എനർജിയും ആവാം. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ്. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജിയും ഉണ്ട്. ആൻഡ് 6 of Cups ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാരിഡ് ആണ് ഇല്ലച്ചാൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെച്ചാൽ ഞാൻ ഏതോ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണ എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ കാരണമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇത്രയും പ്രോബ്ലംസ് വരുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ അപ്പോൾ എംപറർ എനർജിയും ഉണ്ട്. അപ്പോൾ എന്തോ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി മാതിരി ഒരു സിറ്റുവേഷനും കാണാണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാരീഡ് ആണെന്ന് വെച്ചാൽ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇവിടെ ഈ പേഴ്സണെ നിങ്ങൾ എനിവേ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ലോസിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഹാപ്പി ആവും. പക്ഷേ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഓൾറെഡി നിങ്ങളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ ഇതൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം 2 of Pentacles ആണ്. കുറേ ഇംബാലൻസ് ഉള്ള മന്താണ്. കുറേ കാര്യങ്ങൾ ഒരുമിച്ചുണ്ടാവണ സമയമാണ്. ലവേഴ്സ് ഒരു ചോയ്സിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ എന്താ ഡിസിഷൻ എടുക്കണമെന്ന് വെച്ചാൽ ഒരു പേഴ്സണെ അത് കുറേ ബിട്രേ ചെയ്യണ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം തീരുമാനം എടുക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ഏതോ ഒരു പേഴ്സൺ കുറേ ബിട്രേഡായി ഫീൽ ചെയ്യണു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് കാണാണ്ട് ഒരു റിലേഷൻഷിപ്പിൽ. 8 of Swords ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണു. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാണ്ട്. Ace of Wands ഒരു പുതിയ പാഷനറ്റ് ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇത് ചിലവർക്ക് ഒരു അഫെയർ ആവാം. അപ്പം നിങ്ങൾ കുറേ ടെംപ്റ്റ് ആവും ഈ പേഴ്സൻ്റെ കൂടെ തിരിച്ച് റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതുകൊണ്ട് ഇവിടെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു ഇമ്പൾസീവായി നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം. എന്നുവെച്ചാൽ ഇതൊരു ടെംപ്റ്റിംഗ് സിറ്റുവേഷൻ ആണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഈ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. വീൽ ഓഫ് ഫോർച്യൂൺ യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും സൂക്ഷിച്ചിട്ട് മുമ്പോട്ട് പോയാൽ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറേ ഒരു പോസിറ്റീവായി ഔട്ട്കം തരും. ഇമ്പൾസീവായി ഈ മാസം എന്തെങ്കിലും തീരുമാനം എടുക്കണത് എല്ലാം നിങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്യും. അത് നിങ്ങൾക്ക് നെഗറ്റീവ് ഔട്ട്കമാണ് തരിക. അപ്പോൾ നിങ്ങളെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സൂക്ഷിച്ചിട്ട് മെല്ലെ മതി തീരുമാനം എടുക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. ഔട്ട്കമിൽ നിങ്ങൾക്ക് 6 of Pentacles ആണ്. ഒരു ഇംബാലൻസ്ഡ് എനർജി കാണാണ്ട്. 7 of Cups നിങ്ങൾ കുറേ ടെംപ്റ്റേഷൻ്റെ എനർജി കാണാണ്ട്, ചോയ്സിൻ്റെ എനർജി കാണാണ്ട്, കൺഫ്യൂഷൻ്റെ എനർജി കാണാണ്ട്. പേജ് ഓഫ് സോഡ്സ്. അപ്പോൾ പേജ് ഓഫ് സോഡ്സും അത് തന്നെയാണ്. ഒരു സൂക്ഷിച്ചിട്ട് തീരുമാനം എടുക്കണ പേഴ്സൻ്റെ എനർജിയാണ് പേജ് ഓഫ് സോഡ്സ്. എല്ലാം മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് കുറേ 100 times അതിനെക്കുറിച്ച് എന്താ പറയുക, നിങ്ങളുടെ മനസ്സിലാക്കി ക്യൂരിയോസിറ്റി ഉണ്ടാവും. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി അതിൻ്റെ ഔട്ട്കം ഒരു നെഗറ്റീവ് ഔട്ട്കം ആവാം. അപ്പോൾ
ഇവിടെ ഞാൻ കാണുന്നത് സ്റ്റാർ എനർജി, നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ഉണ്ട്. പക്ഷേ ആ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഔട്ട്കം ഒരാളെ കുറേ ഹേർട്ട് ചെയ്യും. 3 ഓഫ് പെൻറ്റിക്കിൾസ്, ഇവിടെ ഒരു തേർഡ് പാർട്ടി ഡെഫിനറ്റ്ലി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാസം കുറേ ഒരു കോംപ്ലിക്കേറ്റഡ് മാസമാണ് ഏരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, അക്വേറിയസ് ഉണ്ട്. ഓക്കെ, ആൻഡ് അക്വേറിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്. അപ്പോൾ എല്ലാം സൈൻസ് ഇവിടെ കാണാണ്ട്. പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം ചെന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എന്നെ മെസ്സേജ് ചെയ്യുക, എന്ന് വെച്ചാൽ കോൾസ് എനിക്ക് റിസീവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മെസ്സേജ് ചെയ്താൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.